സോ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം കേട്ടോ. സോ ക്വസ്റ്റ്യൻ നമ്പർ 11. സോ ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് 1000 kg 25,000 ഉണ്ട്. സോ റോ മെറ്റീരിയൽ നമുക്ക് 1100 11,000. സോ പർച്ചേസ് ഉണ്ട് 10,000 1 lakh rupees. ലേബർ ഫിക്സ്ഡ് ഓവർ ഹെഡ് തന്നിട്ടുണ്ട്, സെയിൽസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക റോ മെറ്റീരിയലിൻ്റെ കെ ജിയും ഫിനിഷ്ഡ് ഗുഡ്സും. സോ ഈ ഒരു റോ മെറ്റീരിയലിൻ്റെ വാല്യൂ എത്ര, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ വാല്യൂ എത്ര എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ എക്സ്പെക്റ്റഡ് പ്രൊഡക്ഷൻ 15,000 kg ഓഫ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണ് നോർമൽ കപ്പാസിറ്റി. സോ നമ്മളുടെ മാർക്കറ്റിൽ ഡിമാൻഡ് നന്നായിട്ട് കുറഞ്ഞത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഫിനിഷ്ഡ് ഗുഡ്സ് സെയിൽ ചെയ്യുന്നത് 20 per kg ആണ്. റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ ഈസ് 9.5 per kg ആണ്. യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ദി ക്ലോസിംഗ് ഇൻവെൻട്രി ആസ് ഓൺ ദാറ്റ് ഡേറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റോ മെറ്റീരിയലിൻ്റെ വാല്യൂവും ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ വാല്യൂവും കാൽക്കുലേറ്റ് ചെയ്യണം. സോ അപ്പോൾ ആദ്യം ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടായത്, ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, അതുപോലെ തന്നെ പർച്ചേസ് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. സോ അപ്പോൾ എത്രയാണ് റോ മെറ്റീരിയൽ, നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. സോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. സോ ശ്രദ്ധിക്കുക. സോ കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്ലോസിംഗ് ഇൻവെൻട്രി. സോ ഇവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ 1100 രൂപ ഓപ്പണിംഗ് സ്റ്റോക്കിലുണ്ട്, 10,000 kg നമുക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഈ കൊല്ലം. അതിൽ നിന്ന് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും അല്ലേ. നിങ്ങൾക്ക് അറിയണ്ടാകും മെറ്റീരിയൽ കൺസ്യൂംഡിൻ്റെ ഇക്വേഷൻ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും മെറ്റീരിയൽസ് ആണ് നമ്മൾ ഈ ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എടുത്തിട്ടുള്ള കെ ജി. അപ്പോൾ ആ 11,200 kg ആണ് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു കെ ജിക്ക് എത്ര രൂപയാണ് എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കിട്ടും. സോ ഇവിടെ 1 lakh rupees ആണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് 10,000 kgക്ക് വരുന്നത്. സോ അപ്പോൾ 1 lakh ഡിവൈഡഡ് ബൈ 10,000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 രൂപയാണ് ഒരു കെ ജിയുടെ പ്രൈസ് എന്നുള്ളത് കിട്ടും. സോ അപ്പോൾ നമ്മളുടെ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ നമുക്ക് 1,02,000 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, ചിലവായിട്ടുണ്ട് അല്ലേ. 1,02,000 രൂപ ചിലവായിട്ടുണ്ട്. സോ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് ലേബർ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. സോ ഡയറക്റ്റ് ലേബർ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 76,500 രൂപ. സോ ഇനി ഫിക്സ്ഡ് ഓവർഹെഡ് 75,000 ആണ്. സോ അത് 15,000 kg പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. സോ അപ്പോൾ 15,000 kg പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി 75,000 ആണെങ്കിൽ നമുക്ക് 5 രൂപയായിരിക്കും ഫിക്സ്ഡ് ഓവർഹെഡ് പെർ കെ ജി വരിക. അപ്പോൾ 10,200 രൂപ നമുക്ക് കൺസ്യൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻറ്റു 5 51,000 രൂപയായിരിക്കും ഫിക്സ്ഡ് ഓവർഹെഡ് വരിക. സോ അപ്പോൾ 10,200 kg യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഇൻകർ ചെയ്തിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് 2,29,500 രൂപയാണ്. 2,29,500 രൂപയാണ്. അപ്പോൾ നമ്മളിവിടെ എന്തെടുത്തത്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. 10,200 kg യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് അത് 1,02,000 രൂപ അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റും ലേബർ കോസ്റ്റും ഫിക്സ്ഡ് ഓവർഹെഡ് 10,200 രൂപയ്ക്ക് 10,200 kgക്ക് എത്രയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചപ്പോൾ ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. സോ അപ്പോൾ കോസ്റ്റ് പെർ കെ ജി എത്രയാണ് നോക്കുന്ന സമയത്ത് 2,29,500 ഡിവൈഡഡ് ബൈ 10,200 22.5 ആണ് കിട്ടുന്നത്. സോ നമ്മളിവിടെ കമ്പനിയുടെ ആ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നത് 20 per kg ആണ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട് 20 per kg ആണെന്നുള്ളത് അല്ലേ. സോ 20 per kg ആണ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യുന്നുണ്ട്, വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സോ അതിൻ്റെ NRV എന്ന് പറയുന്നത് 20 രൂപയാണ്. അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ വാല്യൂ ചെയ്യേണ്ടത് ഇതിൽ വിച്ച് എവർ ഈസ് ലോവർ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വാല്യൂ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കേണ്ടത് വാല്യൂ ഓഫ് ഇൻവെൻട്രി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഫിനിഷ്ഡ് ഗുഡ്സ് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ 1,200 kg ഫിനിഷ്ഡ് ഗുഡ്സും 900 kg നമുക്ക് റോ മെറ്റീരിയൽസും ആണുള്ളത്. സോ അപ്പോൾ 1,200 kg ഇൻറ്റു കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലോവർ 22.5 ആണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, 20 ആണ് നെറ്റ് റിലീസബിൾ വാല്യൂ. സോ അപ്പോൾ ടോട്ടൽ 24,000 രൂപയാണ് നമ്മുടെ വാല്യൂ ഓഫ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. സോ ഇനി റോ മെറ്റീരിയൽ ആണെച്ചെങ്കിൽ 900 kg ആണ് നമുക്ക് റോ മെറ്റീരിയൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഉള്ളത്. സോ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ
റോ മെറ്റീരിയൽ വാല്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ വാല്യൂ ചെയ്യേണ്ടത്? ഒന്നില്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് എബവ്, ഇവിടെ ബിലോ കോസ്റ്റിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെയിൽ ചെയ്യുന്നത്. ബിലോ കോസ്റ്റിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അല്ലേ. 22.5 കോസ്റ്റുള്ള സാധനം നമ്മൾ സെയിൽ ചെയ്യുന്നത് 20 രൂപക്കാണ്. സോ അങ്ങനെയാണെങ്കിൽ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റാണ് റോ മെറ്റീരിയൽ വാല്യൂ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്. സോ ഇവിടെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 9.5 റുപ്പീസാണ്. 9.5 റുപ്പീസാണ് നമുക്ക് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് വരുന്നത്. സോ അപ്പോൾ ടോട്ടൽ വാല്യൂ ഓഫ് ഇൻവെൻട്രി ഈക്വൽ ടു 32,550 രൂപ കേട്ടോ. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. സിമ്പിൾ ആൻസർ ക്വസ്റ്റ്യൻ ആയിരുന്നു നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. സോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ 12. The inventory of Rich Limited as on 31st March 2020 comprises of product A 200 unit, product B 800 units. Details of cost of these product are: product A material costum, product A ൻ്റെ മെറ്റീരിയൽ കോസ്റ്റും വേജസ് കോസ്റ്റും ഓവർഹെഡ് കോസ്റ്റും ഒക്കെ 40, 30, 20 റെസ്പെക്റ്റീവ്ലി നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ആ പ്രൊഡക്റ്റ് എ സോൾഡ് ചെയ്യുന്നത് 110 രൂപക്കാണ്. സോ അതിൻ്റെ സെല്ലിംഗ് എക്സ്പെൻസ് 10% ഓഫ് സെല്ലിംഗ് കോസ്റ്റും വരുന്നുണ്ട് അല്ലേ. പ്രൊഡക്റ്റ് ബി അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റും വേജസ് കോസ്റ്റും വരുന്നത് 45 and 35 റെസ്പെക്റ്റീവ്ലി. സോ നോർമൽ സെല്ലിംഗ് റേറ്റ് ഈസ് 150 ഈച്ച് ആണ്. ഹവർ ഡ്യൂ ടു ഡിഫക്റ്റ് ഇൻ ദി മാനുഫാക്ചറിങ് പ്രോസസ് ഈ 800 യൂണിറ്റ്സ്, പ്രൊഡക്റ്റ് ബിയിൽ 800 യൂണിറ്റ്സ് ഉണ്ട് നോക്കിയോ. ആ 800 യൂണിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 150 രൂപയാണ് ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ് എങ്കിലും അതിപ്പോൾ ഡിഫക്റ്റീവ് ആയതുകൊണ്ട് 70 രൂപയ്ക്കേ വിൽക്കാൻ പറ്റുള്ളൂ. സോ എത്രയാണ് വാല്യൂ ഓഫ് ഇൻവെൻട്രി എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ പ്രൊഡക്റ്റ് എയിൽ നമുക്ക് 200 യൂണിറ്റ്സ് ആണ് ഉള്ളത് അല്ലേ. പ്രൊഡക്റ്റ് എയിൽ നമുക്കുള്ളത് 200 യൂണിറ്റ്സ് ആണ്. ആ 200 യൂണിറ്റ്സിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് 40, 8000 രൂപ വരും. വേജസ് കോസ്റ്റ് 30, 6000 രൂപ വരും. സോ ഓവർഹെഡ് കോസ്റ്റ് 4000. സോ ടോട്ടൽ 18,000 രൂപയാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരിക. സോ ഇനി നെറ്റ് റിയലൈസബിൾ വാല്യൂ നോക്കുന്ന സമയത്ത് അതിൻ്റെ നോർമൽ സെല്ലിംഗ് പ്രൈസ് 110 രൂപയാണ്. അവിടെ ഒരു സെല്ലിംഗ് എക്സ്പെൻസ് 10% ഉണ്ട്. അപ്പോൾ നമുക്ക് NRV കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം എന്താണ്? എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് മൈനസ് എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ 200 യൂണിറ്റിന് 19,800 ആയിരിക്കും നമുക്ക് എന്ത് വരിക? നെറ്റ് റിയലൈസബിൾ വാല്യൂ വരിക. സോ ഇതിൽ വിച്ച് എവർ ഈസ് ലോവർ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് ഇൻവെൻട്രി വരുന്നത് ഈ 18,000 രൂപയായിരിക്കും നമുക്ക് വാല്യൂ ഓഫ് ഇൻവെൻട്രി വരിക. ഓക്കെ, സോ വാല്യൂ ഓഫ് ഇൻവെൻട്രി ഈക്വൽ ടു 18,000 രൂപ. സോ ഇനി പ്രൊഡക്റ്റ് ബി ആണെന്നുണ്ടെങ്കിൽ സോ അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് 800 യൂണിറ്റ്സ് ആണ് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. സോ അപ്പോൾ 45 രൂപയാണ് മെറ്റീരിയൽ കോസ്റ്റ്, 35 രൂപയാണ് വേജസ് കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് 64,000 രൂപ വരും. ഓക്കെ, സോ നെറ്റ് റിയലൈസബിൾ വാല്യൂവിൻ്റെ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ നോർമലി ആ ഒരു ഐറ്റം 150 രൂപക്കാണ് വിൽക്കുന്നത് എങ്കിൽ പോലും നമ്മൾക്ക് ഡിഫക്റ്റീവ് ആയതുകൊണ്ട് ഇപ്പോൾ അത് 70 രൂപക്കാണ് വിൽക്കുന്നത്. അപ്പോൾ 800 × 70, സോ 56,000 ആണ് അതിൻ്റെ നെറ്റ് റിയലൈസബിൾ വാല്യൂ വരിക. സോ അപ്പോൾ വിച്ച് എവർ ഈസ് ലോവർ എടുക്കുന്ന സമയത്ത് നമ്മൾ വാല്യൂ ഓഫ് ഇൻവെൻട്രി റേറ്റ് എടുക്കേണ്ടത് ഏതാണ്? 56,000 ആണ് നമ്മൾ വാല്യൂ ഓഫ് ഇൻവെൻട്രി റേറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സിമ്പിൾ. സോ അപ്പോൾ ടോട്ടൽ വാല്യൂ ഓഫ് ഇൻവെൻട്രി ഈക്വൽ ടു 18,000 പ്ലസ് 56,000, 74,000 ആണ് ടോട്ടൽ വാല്യൂ ഓഫ് ഇൻവെൻട്രി വരുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? സോ അപ്പോൾ ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസുകളാണ്. ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇത് നമ്മൾ ചെയ്ത അതേ ബോർഡിൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ എന്നാലും ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ provided by XYZ Limited, you are required to compute the closing inventory. So raw material P തന്നിട്ടുണ്ട് 600 യൂണിറ്റ്സ് ആണ് അതിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കിലുള്ളത്. സോ കോസ്റ്റ് പ്രൈസ് ഇൻക്ലൂഡിങ് GST, അതിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ 20 ആണ്. സോ അപ്പോൾ നമ്മൾ കോസ്റ്റ് എടുക്കേണ്ടത് എങ്ങനെയാണ്? 250 മൈനസ് 20 ആണ് എടുക്കേണ്ടത് കേട്ടോ. കാരണം റീഫണ്ടബിൾ ടാക്സ് എക്സ്ക്ലൂഡ് ചെയ്യണം, റീഫണ്ടബിൾ ടാക്സ് എടുക്കാൻ പാടില്ല. ഓക്കെ, സോ പിന്നെ ഫ്രൈറ്റ് ഇൻവാർഡ് ഉണ്ട്, ഹാൻഡ്ലിംഗ് ചാർജസ് ഉണ്ട്, റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് 180 ഉണ്ട് അല്ലേ. സോ പിന്നെ ക്ലോസിംഗ് ബാലൻസിൽ നമുക്ക് 1500 യൂണിറ്റ്സ് ആണുള്ളത്. മെറ്റീരിയൽ കൺസ്യൂംഡ് 250ഉം ഡയറക്റ്റ് ലേബർ 70ഉം ഡയറക്റ്റ് ഓവർഹെഡ് 30ഉമാണുള്ളത്. സോ ടോട്ടൽ ഫിക്സഡ് ഓവർഹെഡ് 3 lakh rupees ആണ് ഓൺ എ നോർമൽ കപ്പാസിറ്റി ഓഫ് 30,000 യൂണിറ്റ്സ്, വൈൽ ആക്ച്വൽ പ്രൊഡക്ഷൻ ഹാസ് ബീൻ 25,000 യൂണിറ്റ്സ് ആണ്. സോ നെറ്റ് റിയലൈസബിൾ വാല്യൂ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് Q ഈസ് 450 പെർ യൂണിറ്റും. സോ ഇത് രണ്ട് കേസ് ഉണ്ട്. നമ്മൾ നേരത്തെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. NRV 450 ആണെന്നുണ്ടെങ്കിൽ എത്ര?
അതുപോലെ തന്നെ NRV 340 ആണെന്നുണ്ടെങ്കിൽ എത്രയാണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇതേപോലെ തന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യനും എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ് ഇതിൽ, റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റും ഫിനിഷ്ഡ് ഗുഡ്സ് ക്യൂവിൻ്റെ കോസ്റ്റും എത്രയാണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് ടാസ്ക്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പോസ് ചെയ്ത് വായിക്കുക കേട്ടോ, ക്വസ്റ്റ്യൻ പോസ് ചെയ്ത് വായിക്കുക. ഇത് ഒരു വട്ടം ചെയ്ത ക്വസ്റ്റ്യനാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഈസി ആയിട്ട് വായിച്ചു പോയത്. ഓക്കെ, സോ ഇവിടെ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ, സോ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് ഞാൻ ആൾറെഡി പറഞ്ഞു 250. അതിൽ നിന്ന് ആ റീഫണ്ടബിൾ ടാക്സ് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. സോ 230 ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഫ്രൈറ്റ് ഇൻവാർഡ് 30. സോ ഹാൻഡ്ലിംഗ് ചാർജസ് 15 വരും. സോ അപ്പോൾ ടോട്ടൽ 275 ആയിരിക്കും നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരിക. ഓക്കെ, സോ ഇനി ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അവിടെ മെറ്റീരിയൽ കൺസ്യൂംഡ് 250 തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ലേബർ 70 തന്നിട്ടുണ്ട്, വേരിയബിൾ ഓവർഹെഡ് 30 തന്നിട്ടുണ്ട്. സോ ഇനി ഫിക്സഡ് ഓവർഹെഡ് എടുക്കുമ്പോൾ സോ അവിടെ നമുക്ക് അറിയാം ആക്ച്വൽ കപ്പാസിറ്റി കുറവാണെങ്കിൽ നമ്മളുടെ ഇനെഫിഷ്യൻസി കാരണമാണ് 30,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടടുത്ത് നമ്മൾ ആകെ എത്ര പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ, 25,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ. സോ നമ്മളുടെ ഇനെഫിഷ്യൻസി കാരണമാണ് ആ ഒരു 5,000 യൂണിറ്റ്സ് ലെസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തത് അല്ലേ. അപ്പോൾ ഫിക്സഡ് ഓവർഹെഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആക്ച്വൽ കപ്പാസിറ്റി കുറവാണെങ്കിൽ നമ്മൾ നോർമൽ കപ്പാസിറ്റി വെച്ചിട്ട് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ആ ഒരു ഫിക്സഡ് ഓവർഹെഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫിക്സഡ് ഓവർഹെഡ് പെർ യൂണിറ്റ് എടുക്കുമ്പോൾ 30,000 തന്നെയാണ് എടുക്കേണ്ടത് കേട്ടോ. 30,000 യൂണിറ്റ്സ് തന്നെ എടുക്കേണ്ടത്, 25,000 എടുക്കാൻ പാടില്ല. കാരണം ഇവിടെ നോർമൽ കപ്പാസിറ്റി, ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കാം, 3 lakh ഡിവൈഡഡ് ബൈ 25,000 എടുത്തു കഴിഞ്ഞാൽ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയും മാറും. സോ ഇവിടെ 3 lakh ഡിവൈഡ് ബൈ 30,000 എടുക്കുമ്പോൾ നമുക്ക് 10 റുപ്പീസാണ് കോസ്റ്റ് പെർ യൂണിറ്റ് എടുക്കുക. ആ സ്ഥാനത്ത് 3 lakh ഡിവൈഡഡ് ബൈ 25,000 എടുത്തു കഴിഞ്ഞാൽ സോ 12 രൂപ കിട്ടും. സോ അപ്പോൾ നമ്മളുടെ വാല്യൂ ഓഫ് ഇൻവെൻറ്ററിയുടെ വാല്യൂ കൂടി. അപ്പോൾ നമ്മൾ ഇനെഫിഷ്യൻസി കാരണം അസറ്റിൻ്റെ വാല്യൂ കൂടാൻ പറ്റുമോ, ഇല്ല. സോ അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് പറ്റൂല, ആക്ച്വൽ കപ്പാസിറ്റി വെച്ചിട്ട് ചെയ്യാൻ പറ്റൂല. ആക്ച്വൽ കപ്പാസിറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ചെയ്യാൻ വേണ്ടി പറ്റൂല. സോ ഇത് റോങ് ആണ്. സോ നോർമൽ കപ്പാസിറ്റി വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. സോ അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എത്ര കിട്ടും, 360 ആണ് കിട്ടുന്നുണ്ടായിരിക്കുക. ഓക്കെ, സോ ഇനി നമുക്ക് 2 കേസസുകൾ തന്നിട്ടുണ്ട്. ഒന്ന് കേസ് 1 NRV ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഈസ് 450 പെർ യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വാല്യൂ ഓഫ് ഇൻവെൻട്രി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 450 പെർ യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മളുടെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു, 360 അല്ലേ. സോ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കോസ്റ്റ് 360യും സോ അതിൻ്റെ NRV 450യും വിച്ച് എവർ ഈസ് ലോവർ ഏതെടുക്കണം, 360 തന്നെ എടുക്കണം അല്ലേ. സോ 360 ആണ് എടുക്കേണ്ടത്. സോ ആ 360 ആണ് നമ്മൾ 1500 യൂണിറ്റ്സ് ആണ് നമുക്കിവിടെ വാല്യൂ ഓഫ് ഇൻവെൻട്രി. നമ്മളുടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 1500 യൂണിറ്റ്സ് ആണുള്ളത് കേട്ടോ. സോ റോ മെറ്റീരിയൽ 600 യൂണിറ്റ്സുമാണ് ക്ലോസിംഗ് സ്റ്റോക്കിൽ കിടക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എങ്ങനെ വാല്യൂ ചെയ്യുന്നത്, 600 യൂണിറ്റ്സ് നമ്മൾ എങ്ങനെ വാല്യൂ ചെയ്യും. സോ നമുക്കറിയാം ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ എബവ് കോസ്റ്റിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെയിൽ ചെയ്യുന്നത് എങ്കിൽ. സോ ഇവിടെ എബവ് കോസ്റ്റിനാണ് സെയിൽ ചെയ്യുന്നത്. 360 രൂപ കോസ്റ്റുള്ള സാധനം 450 രൂപക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. സോ അപ്പോൾ എബവ് കോസ്റ്റിനാണ് സെയിൽ ചെയ്യുന്നത് എങ്കിൽ കോസ്റ്റിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. സോ കോസ്റ്റ് ഈക്വൽ ടു 275 ആണ് കേട്ടോ. സോ കോസ്റ്റ് ഈക്വൽ ടു 275 ആണ്. ആ കോസ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അപ്പോൾ നമ്മളത് 275 തന്നെ റെക്കോർഡ് ചെയ്തു. സോ ടോട്ടൽ വാല്യൂ ഓഫ് ഇൻവെൻട്രി 7,05,000 കിട്ടി. സോ ഇനി കേസ് 2 NRV 340 ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം. സോ അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 360 ആണ് അല്ലേ. സോ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കോസ്റ്റ് 360 ആണ്. സോ കോസ്റ്റ് ഞാനിവിടെ ജസ്റ്റ് എഴുതിയേക്കാണ്, കോസ്റ്റ് 360 ആയിരുന്നു. അപ്പോൾ അവിടെ വിച്ച് എവർ ഈസ് ലോവർ എടുക്കുമ്പോൾ NRV ആണ് എടുക്കേണ്ടത് അല്ലേ. സോ അപ്പോൾ 340 നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് വാല്യൂ ചെയ്തത്. സോ റോ മെറ്റീരിയൽ നമ്മൾ 600 യൂണിറ്റ്സ് ഉണ്ട്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ ബിലോ കോസ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെയിൽ ചെയ്യുന്നത്. കാരണം 360 കോസ്റ്റുള്ള സാധനം 340 റുപ്യ 20 നഷ്ടത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെയിൽ ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ ബിലോ കോസ്റ്റിലാണ് സെയിൽ ചെയ്യുന്നത് എങ്കിൽ റോ മെറ്റീരിയൽ നമ്മൾ വാല്യൂ ചെയ്യേണ്ടത് ഏതിലാണ്, വാല്യൂഡ് അറ്റ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റിലാണ്. ഏതിലാണ് വാല്യൂ ചെയ്യേണ്ടത്, റീപ്ലേസ്മെൻറ്റ് കോസ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വാല്യൂ ചെയ്യേണ്ടത്. അപ്പോൾ എത്രയാണ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്, സോ 180 ആണ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പ്രത്യേകം തന്നിട്ടുണ്ട്, കണ്ടോ നിങ്ങൾ. സോ 180 ആണ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പ്രത്യേകം നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ.
സോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 180. ഓക്കെ, സോ അപ്പോൾ ആ ഒരു 180യിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, വാല്യൂ ചെയ്തിട്ടുള്ളത്. സോ അപ്പോൾ ടോട്ടൽ 6,18,000 ആയിരിക്കും വാല്യൂ ഓഫ് ഇൻവെൻട്രി. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഇതിൻ്റെ മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കേ, സുനി സോ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കേട്ടോ, എന്നിട്ട് നോട്ട്ബുക്കിൽ ഫുള്ള് ചെയ്ത് പോകണേ, നോട്ട്ബുക്കിൽ ചെയ്ത് പോകണം. സോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് ഞാൻ എന്ത് ചെയ്യുന്നില്ല, വർക്കൗട്ട് ചെയ്യുന്നില്ല. സോ ഓൾറെഡി ഞാൻ എന്ത് ചെയ്തതാണ്, ഒരു വട്ടം ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതാണ് കേട്ടോ. സോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് തോന്നുന്നു. മിസ്റ്റർ ജതിൻ ഗീവ്സ് ദി ഫോളോയിങ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദി ഐറ്റം ഫോമിംഗ് പാർട്ട് ഓഫ് ഇൻവെൻട്രി. സോ ഒരു റോ മെറ്റീരിയലും ഒരു പാർട്ട്ലി ഫിനിഷ്ഡ് ഗുഡ്സും ഒരു ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഹോംവർക്കായിട്ട് ചെയ്യുക. ഓക്കെ, സോ അതിൻ്റെ ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ റോ മെറ്റീരിയലിൻ്റെ വാല്യൂ 72,000, സോ വർക്കിംഗ് പ്രോഗ്രസിൻ്റെ വാല്യൂ 86,400, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ വാല്യൂ 2,12,800, ടോട്ടൽ വാല്യൂ ഓഫ് ഇൻവെൻട്രി 3,71,200. ഇവിടെ വീഡിയോ പോസ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ മൊത്തം ആൻസർ ചെയ്തിട്ട് വേണം നെക്സ്റ്റ് നിങ്ങൾ അൺപോസ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ നമ്പറിൽ എന്ത് ചെയ്യാം, എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യൂലേ, ഇത് സെയിം ക്വസ്റ്റ്യൻ ആണ്. ഏത് ക്വസ്റ്റ്യൻ ആയിട്ടെന്ന് നമ്മളുടെ ക്വസ്റ്റ്യൻ നമ്പർ 8 to 8 സിമിലർ ക്വസ്റ്റ്യൻ നമ്പർ 8 കേട്ടോ. സോ സിമിലർ ക്വസ്റ്റ്യൻ ടു ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. സോ അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. സിമിലർ ടു ക്വസ്റ്റ്യൻ നമ്പർ 8. ഓക്കെ, സോ ചെയ്യൂലേ, ചെയ്യും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളുടെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. സോ വെൽവിയർ ലിമിറ്റഡ് ഈസ് എ ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് കമ്പനി ആൻഡ് എൻഗേജ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് പോളിസ്റ്റർ ആൻഡ് നൈലോൺ. സോ ഇവർ പോളിസ്റ്ററും അതുപോലെ തന്നെ നൈലോൺ എന്ന് പറഞ്ഞിട്ടുള്ള 2 പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. വൈൽ മാനുഫാക്ചറിങ് ദി മെയിൻ പ്രൊഡക്റ്റ് ദ ബൈ പ്രൊഡക്റ്റ് ഫൈബർ എഫ് ഈസ് ആൾസോ പ്രൊഡ്യൂസ്ഡ്. ഈ 2 പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, ഇതാണ് നമ്മളുടെ 2 പ്രൊഡക്റ്റ്, മെയിൻ പ്രൊഡക്റ്റ് കേട്ടോ. സോ ഇതാണ് നമ്മളുടെ മെയിൻ പ്രൊഡക്ട്സ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബൈ പ്രൊഡക്റ്റായിട്ട് നമുക്കൊരു എന്ത് കിട്ടുന്നുണ്ട്, നൈലോണും ഫൈബറും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. സോ ഇവിടെ റോ മെറ്റീരിയൽ ഓഫ് മാനുഫാക്ചറിങ് 30,000 യൂണിറ്റ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പർച്ചേസ് ചെയ്തിട്ടുണ്ട് 3,50,000. സോ വേജസ് പെയ്ഡ് 1,60,000, ഫിക്സ്ഡ് ഓവർഹെഡ് 1,20,000, വേരിയബിൾ ഓവർഹെഡ് 60,000 ആണ്. സോ ഇവിടെ ഔട്ട്പുട്ടായിട്ട് പോളിസ്റ്റർ 12,500 യൂണിറ്റ് പ്രൊഡ്യൂസ് ആയിട്ടുണ്ട്. നൈലോൺ 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ആയിട്ടുണ്ട്. സോ ഇത് മെയിൻ പ്രൊഡക്റ്റ് ആണ്. സോ ഇത് രണ്ടും നമുക്ക് ജോയിൻറ്റ് പ്രൊഡക്റ്റ് എന്ന് വിളിക്കാൻ പറ്റും അല്ലേ. സോ ജോയിൻറ്റ് പ്രൊഡക്റ്റ് ആണ്, കാരണം ഒരൊറ്റ ഇൻപുട്ടിൽ നിന്നാണ് നമുക്ക് 2 മെയിൻ പ്രൊഡക്ട്സുകൾ എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഒറ്റ ഇൻപുട്ടിൽ നിന്ന് 2 മെയിൻ പ്രൊഡക്ട്സുകൾ വരുന്നുണ്ട്. അപ്പോൾ ഒറ്റ ഇൻപുട്ടിൽ നിന്ന് നമ്മൾ 2 മെയിൻ പ്രൊഡക്ട്സുകൾ വരുന്നുണ്ട് വെച്ചെങ്കിൽ അതെന്തായിരിക്കും, ജോയിൻറ്റ് പ്രൊഡക്ട്സ് ആയിരിക്കും. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, നമ്മൾ നേരത്തെ തേങ്ങാട്ടുമ്പോൾ പിണ്ണാക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞ പോലെ ഒരു ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഫൈബറും നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്കിൽ പോളിസ്റ്റർ 1,600 യൂണിറ്റും ബാലൻസ് കിടക്കുന്നുണ്ട്. നൈലോൺ ഒരു 400 യൂണിറ്റ്സും ബാലൻസ് കിടക്കുന്നുണ്ട്. ആവറേജ് മാർക്കറ്റ് പ്രൈസ് ഓഫ് പോളിസ്റ്റർ ആൻഡ് നൈലോൺ ഈസ് 100 and 60 per യൂണിറ്റ് റെസ്പെക്റ്റീവ്ലി. ബൈ പ്രൊഡക്റ്റ് 40 രൂപക്കാണ് സാധാരണ അത് സെല് ചെയ്യാറുള്ളത്. ദർ ഈസ് എ പ്രോഫിറ്റ് ഓഫ് 8,000 ഓൺ സെയിൽ ഓഫ് ബൈ പ്രൊഡക്റ്റ് ആഫ്റ്റർ ഇൻകറിംഗ് സെപ്പറേറ്റ് പ്രോസസിംഗ് ഓഫ് എക്സ്പെൻസ് ഓഫ് 10,000 ആൻഡ് പാക്കിംഗ് ചാർജസ് ഓഫ് 9,000. So 5,000 was realized from a sale of scrap. On the basis of the above information, you are required to compute the value of closing stock of closing inventory of polyester and nylon. So നമ്മൾ ഒരിക്കലും ബൈ പ്രൊഡക്ട്സ് എന്ത് ചെയ്യാറില്ല, സെപ്പറേറ്റ് ഒരു ഇൻവെൻറ്ററി ആയിട്ട് ട്രീറ്റ് ചെയ്യാറില്ല. സോ അത് നമ്മൾ ജോയിൻറ്റ് പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാറാണുള്ളത് അല്ലേ. എന്താ ചെയ്യാറുള്ളത്, ബൈ പ്രൊഡക്ട്സ് ഒരിക്കലും നമ്മളൊരു സെപ്പറേറ്റ് ഐറ്റം ആയിട്ട് വാല്യൂ ഓഫ് ഇൻവെൻറ്ററിയിൽ കാണിക്കാറില്ല. ജോയിൻറ്റ് പ്രൊഡക്ട്സിൻ്റെ NRV നെറ്റ് റിലീസബിൾ വാല്യൂ എത്രയാണോ റിയലൈസ് ചെയ്തത് ആ പൈസ നമ്മൾ ആ ഒരു കോസ്റ്റ് ഓഫ് മെയിൻ പ്രൊഡക്റ്റിൽ നിന്ന് ലെസ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ അപ്പോൾ ഇതൊരു ജോയിൻറ്റ് പ്രൊഡക്റ്റ് ആൻഡ് ബൈ പ്രൊഡക്ട്സ് കൂടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു ആൻസർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും കേട്ടോ. സോ നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്, സോ ആദ്യം നമുക്ക് വർക്കിംഗ് നോട്ട്സുകൾ ഉണ്ടാക്കാം, എന്നാലേ നമുക്ക് ഇൻവെൻറ്ററി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുള്ളൂ. സോ ആദ്യം തന്നെ കാൽക്കുലേഷൻ ഓഫ് നെറ്റ് റിയലൈസബിൾ വാല്യൂ ഓഫ്
ബൈ പ്രൊഡക്റ്റ് ഫൈബർ. കാരണം ഇതിൻ്റെ വാല്യൂ എത്രയെന്നുള്ളത് കിട്ടണം. സോ ഇതിൻ്റെ വാല്യൂ എത്രയെന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ആ ജോയിൻറ്റ് പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ലെസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. സോ അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തിനാണ് ബൈ പ്രൊഡക്ട്സിൻ്റെ NRV കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ബൈ പ്രൊഡക്ട്സിൻ്റെ NRV നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ NRV നമുക്ക് എന്ത് ചെയ്യാം, മെയിൻ പ്രൊഡക്ട്സിൻ്റെ വാല്യൂവിൽ നിന്ന് നമുക്ക് ലെസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് ബൈ പ്രൊഡക്റ്റ് ഫൈബർ എത്രയാണെന്നുള്ളത് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത്? സോ ക്വസ്റ്റ്യനിൽ ബൈ പ്രൊഡക്റ്റ് ഈസ് സോൾഡ് അറ്റ് 40 per unit ആണ് അല്ലേ. സോ നമുക്കിവിടെ 3200 യൂണിറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ബൈ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ആയിട്ടുണ്ട് എന്നുള്ളതും പറയുന്നുണ്ട്. സോ അപ്പോൾ 3200 ഇൻറ്റു 40 എത്ര വരും? 1,28,000 രൂപ വരും. ഓക്കെ. സോ ഇതിന് നമുക്ക് കുറച്ച് എക്സ്പെൻസുകളൊക്കെ വന്നിട്ടുണ്ട് ഇത് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് there is a profit of 8,000 by sale of by product after incurring separate processing expense of 10,000 and packing charges of 9,000. അപ്പോൾ നമുക്കൊരു 10,000 റുപ്പീസ് പ്രോസസ്സിങ് ചാർജും ഒരു 9,000 റുപ്പീസ് പാക്കിംഗ് ചാർജസും ഇൻകർ ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ആ ഒരു എക്സ്പെൻസ് നമുക്ക് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ഓക്കെ. സോ പ്രോസസ്സിങ് ചാർജ് 10,000 റുപ്പീസും അതേപോലെ തന്നെ ലെസ് പാക്കിംഗ് ചാർജ് 9,000 റുപ്പീസും എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻകർ ചെയ്തിട്ടുണ്ട്. സോ നെറ്റ് റിയലൈസബിൾ വാല്യൂ ഈക്വൽ ടു നെറ്റ് റിയലൈസബിൾ വാല്യൂ ഓഫ് ബൈ പ്രൊഡക്റ്റ് അല്ലേ. സോ ബൈ പ്രൊഡക്റ്റ് ഈക്വൽ ടു 1,09,000 റുപ്പീസ് ആയിട്ട് വരും. ഓക്കെ. സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനി നമുക്ക് രണ്ട് പ്രൊഡക്റ്റ് ഉള്ളത്, ഒന്ന് പോളിസ്റ്ററും ഒന്ന് നൈലോണും അല്ലേ. സോ പോളിസ്റ്റർ ആൻഡ് നൈലോൺ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പ്രൊഡക്റ്റ് നമുക്കുണ്ട്. ജോയിൻറ്റ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ. സോ ഇത് ജോയിൻറ്റ് പ്രൊഡക്റ്റ് ആണ്. കാരണം നമുക്ക് ഒറ്റ ഇൻപുട്ടിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ രണ്ട് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ആയി വരുന്നത്. സോ അപ്പോൾ ഇതിൻ്റെ ജോയിൻറ്റ് കോസ്റ്റ് എത്രയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. സോ വർക്കിംഗ് നോട്ട് 2. സോ ജോയിൻറ്റ് കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. സോ അപ്പോൾ റോ മെറ്റീരിയൽ എത്ര വരും? റോ മെറ്റീരിയൽ ഈക്വൽ ടു, സോ ക്വസ്റ്റ്യനിൽ റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. സോ റോ മെറ്റീരിയൽ ഇവിടെ 30,000 യൂണിറ്റ്സ് നമുക്ക് റോ മെറ്റീരിയൽ ആവശ്യമുണ്ട്. സോ 3,50,000 ആണ് നമുക്ക് കോസ്റ്റ് വന്നിട്ടുള്ളത് അല്ലേ. സോ 3,50,000 കോസ്റ്റ് വന്നിട്ടുണ്ട്. സോ ആഡ് വേജസ്. സോ വേജസ് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. സോ വേജസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? സോ വേജസ് നമുക്ക് 1,60,000 രൂപയാണ് വന്നിട്ടുള്ളത്. സോ അപ്പോൾ 1,60,000 രൂപ വേജസ് ആഡ് ചെയ്യണം. സോ ആഡ് ഫിക്സ്ഡ് ഓവർഹെഡ്. സോ അപ്പോൾ വേജസ് നമുക്ക് 1,60,000 രൂപ കിട്ടിയിട്ടുണ്ട്. സോ പിന്നെ നമുക്ക് ഫിക്സ്ഡ് ഓവർഹെഡ് ഇവിടെ 1,20,000 തന്നിട്ടുണ്ട് അല്ലേ. സോ ഇതിൻ്റെ ടോട്ടൽ ഫിക്സ്ഡ് ഓവർഹെഡ് 1,20,000 ആണ്. സോ ഫിക്സ്ഡ് ഓവർഹെഡ് 1,20,000 റുപ്പീസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. സോ പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ പിന്നെ ഉള്ളത് എന്താണ്, വേരിയബിൾ ഓവർഹെഡ് ആണ് ഉണ്ടാവുക അല്ലേ. സോ വേരിയബിൾ ഓവർഹെഡ് 60,000 തന്നിട്ടുണ്ട് അല്ലേ. സോ വേരിയബിൾ ഓവർഹെഡ് 60,000 റുപ്പീസും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. സോ അപ്പോൾ ടോട്ടൽ കോസ്റ്റ് നമുക്ക് വരുന്നത് 6,90,000 രൂപയാണ്. എത്രയാണ് വരുന്നത്? 6,90,000 റുപ്പീസാണ് നമുക്ക് ടോട്ടൽ വരുന്നത്. സോ അപ്പോൾ ഇതാണ് ജോയിൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. സോ ജോയിൻറ്റ് കോസ്റ്റ്. സോ അപ്പോൾ എന്താണ് ബൈ പ്രൊഡക്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ്? ഈ NRV ഓഫ് ബൈ പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് ലെസ് ചെയ്യണം. NRV ഓഫ് ബൈ പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം കേട്ടോ. സോ അപ്പോൾ എത്രയാണ് നമുക്ക് NRV ഓഫ് ബൈ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? 1,09,000 റുപ്പീസ് അല്ലേ. 1,09,000 റുപ്പീസ്.
9,000 റുപ്പീസ് നമ്മൾ ഇതിൽ നിന്ന് ലെസ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾക്ക് സെയിൽ ഓഫ് സ്ക്രാപ്പ് സെയിൽ ചെയ്ത വകയിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് സ്ക്രാപ്പ് സെയിൽ ചെയ്തിട്ട് ഒരു 5,000 രൂപ വാസ് റിയലൈസ്ഡ് ഫ്രം സെയിൽ ഓഫ് സ്ക്രാപ്പ്. സോ അപ്പോൾ അത് നമ്മളെ കോസ്റ്റിൽ നിന്ന് എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം. കാരണം നമ്മളിത് പ്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഉണ്ടായിട്ടുള്ള സ്ക്രാപ്പാണ്, അതും എന്താണ്, ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ ഫൈബർ എന്ന് പറഞ്ഞൊരു ബൈ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ NRV നമ്മൾ ലെസ് ചെയ്തു. അതേപോലെ ഈ രണ്ട് പ്രൊഡക്റ്റ് പോളിസ്റ്ററും നൈലോണും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അവിടെ കുറച്ച് സ്ക്രാപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതും സെയിൽ ചെയ്ത സമയത്ത് നമുക്ക് എത്ര റിയലൈസ് ചെയ്തു, 5,000 നമുക്ക് റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ലെസ് ചെയ്യണം. അപ്പോൾ എന്താണ് സ്ക്രാപ്പ് അല്ലെങ്കിൽ ബൈ പ്രൊഡക്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ്, മെയിൻ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിൽ നിന്ന് ലെസ് ചെയ്താൽ മതി. സോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ കോക്കനട്ട് ഓയിലിൻ്റെ ആ ഒരു കോസ്റ്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ പിണ്ണാക്ക് അവിടെ അവിടേക്ക് തന്നെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ആ ഒരു വാല്യൂ എത്രയാണോ റിയലൈസ് ചെയ്ത വാല്യൂ അത് നമ്മൾ ലെസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു കോക്കനട്ട് ഓയിലിൻ്റെ ക്യാഷ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെയും കോസ്റ്റിൽ നിന്ന് എന്ത് ചെയ്യുക, ആ ഒരു ബൈ പ്രൊഡക്റ്റിൻ്റെയും സ്ക്രാപ്പ് സെയിൽ ചെയ്തതിൻ്റെയും റിയലൈസ്ഡ് വാല്യൂ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ സോ നമുക്ക് എത്രയായിരിക്കും ആൻസർ കിട്ടുന്നുണ്ടായിരിക്കുക. സോ 5,76,000 ആണ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക അല്ലേ, 5,76,000. സോ ഇനി നെക്സ്റ്റ് പരിപാടി തീർന്നിട്ടില്ല. അപ്പോൾ ജോയിൻ കോസ്റ്റേ കണ്ടിട്ടുള്ളൂ. ഇനി ജോയിൻ കോസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ അലോക്കേറ്റ് ചെയ്യണം. ജോയിൻ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അലോക്കേറ്റ് ചെയ്യണം കേട്ടോ. സോ അപ്പോൾ അലോക്കേഷൻ ഓഫ് ജോയിൻ കോസ്റ്റ്, അലോക്കേഷൻ ഓഫ് ജോയിൻ കോസ്റ്റ് ബിറ്റ്വീൻ പോളിസ്റ്റർ ആൻഡ് നൈലോൺ. ഓക്കെ, സോ നമ്മൾ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. സോ അപ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെ നമ്മൾ അലോക്കേറ്റ്. സോ അപ്പോൾ നമ്മളോട് ബേസിസ് ഓഫ് അലോക്കേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ബേസിസ് ഓഫ് അലോക്കേഷൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം കേട്ടോ, എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. സോ ഞാൻ ആദ്യം കൺസെപ്റ്റ് പറഞ്ഞ സമയത്ത് നമ്മൾ ആ ഒരു ബേസിസ് ഓഫ് അലോക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആ ബേസിസ് ഓഫ് അലോക്കേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ നമുക്ക് ഒന്നില്ലെങ്കിൽ ആ ഒരു വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ആ ഒരു റേഷ്യോയിൽ നമുക്ക് എന്ത് ചെയ്യാം, അലോക്കേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് അല്ലേ. സോ റിലേറ്റീവ് സെയിൽ വാല്യൂ ഫിനിഷ്ഡ് ഗുഡ്സ് 1 and 2. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ആ ഒരു റിലേറ്റീവ് സെയിൽ വാല്യൂ ഫിനിഷ്ഡ് ഗുഡ്സ് 1 and 2 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു റേഷ്യോയിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇവിടെ കണ്ടോ, സെല്ലിംഗ് പ്രൈസ് ഓഫ് പോളിസ്റ്റർ 100ഉം 60 ആണ് തന്നിട്ടുണ്ട്. സോ ഇവിടെ എത്ര യൂണിറ്റ് ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, 12,500ഉം 10,000 യൂണിറ്റ്സ് ആണ് അവർക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അപ്പോൾ നമ്മളിവിടെ 2 കോളം കൊടുക്കുകയാണ്, പോളിസ്റ്റർ അതുപോലെ തന്നെ നൈലോൺ. സോ 2 നമുക്ക് എന്ത് ചെയ്യുന്നു, ഇത് കൊടുക്കുന്നു. സോ എത്ര യൂണിറ്റ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, സോ ഔട്ട്പുട്ട് ഇൻ യൂണിറ്റ്സ്. സോ 12,500 യൂണിറ്റ്സ് നമ്മൾ ഇവിടെയും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, 10,000 യൂണിറ്റ്സ് നമ്മൾ ഇവിടെയും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ പിന്നെ നമുക്ക് സെയിൽ പ്രൈസ് ഇതിൻ്റെ തന്നിട്ടുണ്ട്. സെയിൽ പ്രൈസ് 2 പ്രൊഡക്റ്റിൻ്റെയും സെയിൽ പ്രൈസ് തന്നിട്ടുണ്ട് പെർ യൂണിറ്റ്. സോ പോളിസ്റ്റർ നമ്മൾ വിൽക്കുന്നത് 100 രൂപക്കും, സോ നൈലോൺ നമ്മൾ വിൽക്കുന്നത് 60 രൂപക്കുമാണ്. സോ അപ്പോൾ ടോട്ടൽ സെയിൽ വാല്യൂ ഈക്വൽ ടു 12,500 ഇൻറ്റു എത്ര വരുന്നത്, 12,500 ഇൻറ്റു 100, 12,50,000 രൂപ വരും. 10,000 ഇൻറ്റു 60, 6 lakh rupees വരും അല്ലേ. സോ ഇങ്ങനെയാണ് സെയിൽ വാല്യൂ വരുന്നത്. അപ്പോൾ ഈ ഒരു റേഷ്യോയിലാണ്, ഇതാണ് നമ്മൾ റേഷ്യോ ആയിട്ട് എടുക്കേണ്ടത്. റിലേറ്റീവ് സെയിൽ വാല്യൂ റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ നമ്മളുടെ ജോയിൻ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, അലോക്കേറ്റ് ചെയ്യാൻ പോവാണ്. സോ ജോയിൻ കോസ്റ്റ് ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, എത്ര ജോയിൻ കോസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്, 5,76,000 രൂപ. സോ ഈ 5,76,000 രൂപ ഈ ഒരു റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. സോ അപ്പോൾ 5,76,000 രൂപ നമ്മൾ അലോക്കേറ്റ് ചെയ്യുമ്പോൾ
സോ 5,76,000 ഇൻറ്റു 12,50,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ വരുന്നത് 18,50,000 അല്ലേ? 18,50,000 എത്രയായിരിക്കും വാല്യൂ വരുന്നുണ്ടാവുക? 3,89,189. ഓക്കെ. സോ അതേപോലെ ഈ 5,76,000 ഇൻറ്റു 6 lakh ഡിവൈഡഡ് ബൈ 18,50,000. സോ എത്രയായിരിക്കും വാല്യൂ വരുന്നുണ്ടാകുക? 1,86,811. 1,86,811 കേട്ടോ. സോ അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ കോസ്റ്റ് പെർ യൂണിറ്റ് ഈക്വൽ ടു എങ്ങനെയായിരിക്കും നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക? സോ 3,89,189 ഡിവൈഡഡ് ബൈ 12,500 യൂണിറ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ? സോ അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് സോ 31.13 ആണോ കിട്ടിയത് മക്കളെ? 31.14 റൗണ്ട് ഓഫ് ചെയ്തിട്ട് അല്ലേ കോസ്റ്റ് പെർ യൂണിറ്റ്. സപ്പുറത്ത് 1,86,811 ടോട്ടൽ അവർക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്ത കോസ്റ്റ്, ജോയിൻറ്റ് കോസ്റ്റ് അലോക്കേഷൻ കേട്ടോ. സോ ഇവിടെ നമുക്ക് 10,000 യൂണിറ്റ്സ് ആണുള്ളത് അല്ലേ? സോ അപ്പോൾ 18.68 പെർ യൂണിറ്റ്. സോ ഇനി നമുക്ക് വാല്യൂ ഓഫ് ഇൻവെൻട്രി സുഖമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. സോ എങ്ങനെ നമ്മൾ വാല്യൂ ഓഫ് ഇൻവെൻട്രി കാൽക്കുലേറ്റ് ചെയ്യുക? വാല്യൂ ഓഫ് ഇൻവെൻട്രി സാധ്യം പോളിസ്റ്റർ എത്രയാണ് വരുന്നത്? പോളിസ്റ്ററിൻ്റെ ടോട്ടൽ നമ്മളുടെ ക്ലോസിംഗ് സ്റ്റോക്കിൽ എത്ര കിടക്കുന്നുണ്ട്? 1,600 യൂണിറ്റ്സ് അല്ലേ? ക്ലോസിംഗ് സ്റ്റോക്കിൽ കിടക്കുന്നത് 1,600 യൂണിറ്റ്സും നൈലോൺ 400 യൂണിറ്റ്സും ആണുള്ളത് അല്ലേ? ഓക്കെ. സോ 1,600 യൂണിറ്റ്സ് ഇൻറ്റു കോസ്റ്റ് വരുന്നത് 31.14. സോ 49,824. സോ നൈലോണിൻ്റെ കോസ്റ്റ് വരുന്നത് നമുക്ക് വരുന്നത് 400 യൂണിറ്റ്സ് ആണ്. സോ 400 യൂണിറ്റ്സ് ഇൻറ്റു 18.68. സോ 7,472 രൂപ. ഓക്കെ. സോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ വാല്യൂ ഓഫ് ഇൻവെൻട്രി പോളിസ്റ്ററിൻ്റെയും നൈലോണിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ജോയിൻറ്റ് പ്രൊഡക്റ്റും ബൈ പ്രൊഡക്റ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ജോയിൻറ്റ് പ്രൊഡക്റ്റ് ഉണ്ട് വെച്ചെങ്കിൽ ജോയിൻറ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ സെയിൽ വാല്യൂവിൻ്റെ റേഷ്യോയിൽ എന്ത് ചെയ്യുക? അലോക്കേറ്റ് ചെയ്യുക. ബൈ പ്രൊഡക്റ്റ് എന്താ ചെയ്യേണ്ടത്? ബൈ പ്രൊഡക്റ്റിൻ്റെ NRV അല്ലെങ്കിൽ സ്ക്രാപ്പ് ഉണ്ട് വെച്ചെങ്കിൽ സ്ക്രാപ്പിൻ്റെ NRV റിയലൈസ്ഡ് വാല്യൂ എത്രയാണ് നോക്കിയിട്ട് അത് നമ്മളുടെ ടോട്ടൽ മെയിൻ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിൽ നിന്ന് എന്ത് ചെയ്യുക? ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് മെയിൻ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. So and the last question. So Kirti Limited is in the business of manufacturing computers. During the year ending 31st March 2024, company manufactured 550 computers. So the RTPയിൽ വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ഇത് 7 മാർക്കിന് കഴിഞ്ഞ ക്വസ്റ്റ്യൻ 7 മാർക്കിന് എക്സാമിന് ചോദിച്ചതാണ്. സോ ഇനി ഇറ്റ്സ് ഹാസ് ദ പോളിസി ഓഫ് വാല്യൂയിങ് ഫിനിഷ്ഡ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് അറ്റ് എ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് 1.8 lakh per computer. The details of the cost are as under. So raw material consumed 400 in lakh, direct labor 250, variable overhead production overhead 150, fixed production overhead including interest of 100 lakh. So compute the value cost per computer for the purpose of closing stock. So നമ്മൾ എത്രയാണ് വാല്യൂ കോസ്റ്റ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതാണ് നമ്മുടെ ടാസ്ക്. സോ ഇത് സിമ്പിളാണ്. സോ മെറ്റീരിയൽ എടുക്കണം, ഡയറക്റ്റ് ലേബർ എടുക്കണം, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും നമ്മൾ എന്ത് ചെയ്യണം? എടുക്കണം. ഫിക്സഡ് ഓവർഹെഡ് നമ്മൾ എന്ത് ചെയ്യണം? എടുക്കണം അല്ലേ? സോ മെറ്റീരിയൽ എത്ര മെറ്റീരിയൽ വരുന്നത്? 400. സോ എടുക്കുക മെറ്റീരിയൽ കൺസ്യൂംഡ് 400 എടുക്കുക.
സോ ഡയറക്റ്റ് ലേബർ നേരെ എടുക്കുക, എത്രയാണ് 250. പിന്നെ വേരിയബിൾ ഓവർഹെഡ് ഉണ്ടോ? വേരിയബിൾ ഓവർഹെഡ് ഉണ്ട് അല്ലേ. വേരിയബിൾ ഓവർഹെഡ് എത്രയാണ്? 150 lakh. സോ ഒക്കെ ഇൻ ലാക്കിലാണ് കേട്ടോ. പിന്നെ ഫിക്സ്ഡ് ഓവർഹെഡ് ഉണ്ട് അല്ലേ. ഫിക്സ്ഡ് ഓവർഹെഡ് ആണ് നമുക്ക് എത്രയാണെന്നുള്ളതൊന്ന് നോക്കേണ്ടത് കേട്ടോ. സോ അപ്പോൾ ഫിക്സ്ഡ് ഓവർഹെഡ് ഉണ്ട് ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് 100 lakh. സോ അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ പ്രൊവിഷനിൽ. പ്രൊവിഷൻ കാണിച്ചു തരാം, ഇവിടെ കണ്ടോ. സോ എക്സ്ക്ലൂഷൻസിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടാകും. എക്സ്ക്ലൂഷൻസിൽ കണ്ടോ, ഇൻട്രസ്റ്റ് ആൻഡ് അതർ ബോറോയിങ് കോസ്റ്റ് ആർ യൂഷ്വലി കൺസിഡർഡ് നോട്ട് റിലേറ്റിംഗ് ടു ബ്രിങ്ങിങ് ദ ഇൻവെൻട്രി ടു ദി പ്രസൻറ്റ് ലൊക്കേഷൻ ആൻഡ് കണ്ടീഷൻ, യൂഷ്വലി നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി. സോ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. സോ അപ്പോൾ ആ ഒരു ഫിക്സ്ഡ് ഓവർഹെഡിൽ നിന്ന് ആ ഒരു ഇൻട്രസ്റ്റ് പോർഷൻ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം കേട്ടോ. സോ അപ്പോൾ 290 മൈനസ് 100 ആണ്. സോ അപ്പോൾ നമുക്ക് 190 വരും അല്ലേ. സോ ടോട്ടൽ എടുക്കുമ്പോൾ 990 റുപ്പീസാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരുന്നത് കേട്ടോ. സോ നമ്പർ ഓഫ് കമ്പ്യൂട്ടർ മാനുഫാക്ചർഡ്. സോ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ നമ്മൾ 550 കമ്പ്യൂട്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട് അല്ലേ. സോ കോസ്റ്റ് പെർ യൂണിറ്റ് ഈക്വൽ ടു, അല്ലെങ്കിൽ കോസ്റ്റ് പെർ കമ്പ്യൂട്ടർ ഈക്വൽ ടു ടോട്ടൽ 990 lakh ആണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, കോസ്റ്റ് വന്നിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ 550 വരുന്ന സമയത്ത് 1.8 lakh ആണ് പെർ കമ്പ്യൂട്ടറിന് നമുക്ക് എന്ത് വന്നിട്ടുള്ളത്, കോസ്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. സോ കോസ്റ്റ് പെർ കമ്പ്യൂട്ടർ ഈക്വൽ ടു 1.8 lakh ആണ്. സോ ഇങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. സിമ്പിൾ. ഓക്കെ, ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് വാല്യൂ ഓഫ് ഇൻവെൻട്രീസിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ. സോ പിന്നെ അപ്പോൾ ഇത് എഴുതിയെടുത്തിട്ടുണ്ടാവും അല്ലേ. സിമ്പിൾ ക്വസ്റ്റ്യനാണ്. സോ ഇനി ഇതിൽ ചെറിയൊരു പോർഷൻ നമ്മൾ പറയാതെ പോയിട്ടുണ്ട്. സോ ആ ഒരു പോർഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ഫോർമുലാസ് ആണ്. അതായത് നിങ്ങൾ ഇൻവെൻട്രി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫിഫോ മെത്തേഡ്, വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്, സോ സ്പെസിഫിക് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് മെത്തേഡൊക്കെ ഉണ്ട്. സോ ഇത് നമുക്ക് ശരിക്കും ഈ ഒരു ഇവിടെ പഠിക്കാനില്ല. സോ ഇത് നമ്മൾ ആൾറെഡി ഫൗണ്ടേഷനിൽ നിങ്ങൾക്ക് ഇൻവെൻട്രി എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അവിടെ നിങ്ങൾ ആൾറെഡി എങ്ങനെയാണ് ഫിഫോ മെത്തേഡ് പ്രകാരം അവിടെ ഒരുപാട് മെത്തേഡ്സുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ആ മെത്തേഡ്സ് പ്രകാരമാണ് നമ്മൾ ഇൻവെൻട്രി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് AS2 ജസ്റ്റ് പറയുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ അത്ര റെലവൻസ് ഇല്ല കേട്ടോ, അത് ആൾറെഡി ഫൗണ്ടേഷൻ്റെ ടോപ്പിക്കാണ്. സോ പിന്നെ അതേപോലെ തന്നെയാണ് ടെക്നിക് ഫോർ മെഷർമെൻറ്റ് ഓഫ് കോസ്റ്റ്. സോ ഇതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവെൻട്രി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡും റീറ്റെയിൽ മെത്തേഡ് അല്ലേ. സോ നിങ്ങൾ അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് നിങ്ങൾ ഫൗണ്ടേഷനിൽ പഠിച്ചിട്ടുണ്ടാകും. സോ ഈ രണ്ട് മെത്തേഡ് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെൻട്രി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതും ഫൗണ്ടേഷൻ്റെ ടോപ്പിക്കാണ്. സോ അതും വലിയ റെലവൻസ് ഇല്ല. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇൻവെൻട്രിയിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. സോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യന്, ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ നമ്പർ 3, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. സോ അതേപോലെ തന്നെ നമുക്ക് പിന്നെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്പർ 11 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 11 ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും എക്സാമിന് ചോദിക്കാം. സോ അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ലാസ്റ്റ് ചെയ്ത ഈ ഒരു നൈലോൺ ആൻഡ് പോളിസ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജോയിൻറ്റ് പ്രൊഡക്റ്റ് ആൻഡ് ബൈ പ്രൊഡക്റ്റ് എന്ന കൺസെപ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ അബ്നോർമൽ ലോസിൻ്റെയും നോർമൽ ലോസിൻ്റെയും ട്രീറ്റ്മെൻറ്റ് പഠിച്ചു വെക്കുക. ഫിക്സ്ഡ് ഓവർഹെഡിൻ്റെ ട്രീറ്റ്മെൻറ്റും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ AS2 വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്. സോ അസറ്റ് ബേസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലെ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു കഴിഞ്ഞു. സോ നന്നായിട്ട് റിവൈസ് ചെയ്യുക. നെക്സ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എന്ത് ചെയ്യാം, കാണാം കേട്ടോ.